വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരി ഇന്ത്യ. ഡൽഹി ടെസ്റ്റിൽ വിൻഡീസിനെ 7 വിക്കറ്റിന് തകർത്ത് ഗില്ലും സംഘവും. നായകൻ ശുഭ്മാൻ ഗില്ലും പരിശീലകൻ ഗൗതം ഗംഭീറും ചുമതലയേറ്റെടുത്തതിനു ശേഷം ആദ്യ പരമ്പര നേട്ടമാണ് ഇന്ത്യയുടേത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് ചേരുന്നത്. ഖിലാഫ്, ഉജ്ജ്വല വിജയം, ആധികാരിക ജയമല്ലേ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. 7 വിക്കറ്റിൻ്റെ രണ്ടാം ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റിൻ്റെ ജയമാണ് വിൻഡീസിനെതിരെ ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു പരമ്പര തൂത്തുവാരൽ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു, തുടർന്ന് ഡൽഹി ടെസ്റ്റിലും ഇപ്പോൾ വിജയിച്ചിരിക്കുകയായിരുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ നായകനായിട്ടുള്ള ഗില്ലിൻ്റെ ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടമാണ്. അതേപോലെ തന്നെ 2024 ചുമതലയേറ്റ പരിശീലകനായി ചുമതലയേറ്റ ഗംഭീറിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് പരമ്പര നേട്ടം കൂടിയാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇന്ന് ഗംഭീറിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്, പിറന്നാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മധുരം ഇരട്ടിയാണ്. കൂടാതെ നമ്മൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 58 റൺസിൻ്റെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ അർദ്ധ സെഞ്ചുറി തികച്ച KL രാഹുലിൻ്റെ ഇന്നത്തെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. KL രാഹുൽ 58 റൺസുമായി പുറത്താകാതെ നിന്നു. പിന്നെ അതേപോലെ തന്നെ സായ് സുദർശൻ്റെ പ്രകടനവും നമ്മൾ ഈ രണ്ടാം ഇന്നിംഗ്സിൽ എടുത്തു പറയണം. 120 റൺസ് ആയിരുന്നു ലീഡ് ഉണ്ടായിരുന്നത് വിൻഡീസിന്. ആ ലീഡിൽ കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം റൺസ് എല്ലാം എടുത്തിരുന്നു. പിന്നീട് ഇന്ന് 58 റൺസിന്റെ ആവശ്യകതമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇന്ന് അടിച്ചെടുക്കുകയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിര. ഈ മത്സരത്തിന്റെ മൊത്തമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് മത്സരത്തിൽ കാഴ്ചവെച്ചത് ഇന്ത്യയുടെ മിന്നും പ്രകടനം. ബോളിങ്ങിലായാലും അതേപോലെ തന്നെ ബാറ്റിങ്ങിലും ഇന്ത്യയുടെ കരുത്താണ് കാണിച്ചത്. വിൻഡീസിനെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ എറിഞ്ഞിട്ട് പിന്നീട് ഫോളോ ഓൺ ചെയ്ത് 120 റൺസിൽ തന്നെ അവരുടെ 120 റൺസിൽ തന്നെ ഒതുക്കി. പിന്നീട് ആ ഒരു 120 റൺസ് ഇന്ത്യ അടിച്ചെടുക്കുകയായിരുന്നു. കൂടാതെ ഗില്ലിന്റെ പ്രകടനവും നമ്മൾ എടുത്തു പറയണം. ഗില്ലിന്റെ അതേപോലെ തന്നെ ബാറ്റിങ്ങിൽ യശസ്വി ജയ്സ്വാൾ, അതേപോലെ തന്നെ KL രാഹുൽ, ജഡേജ, ഇവരുടെയൊക്കെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിലേക്ക് ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ കുൽദീപ് യാദവ്, അതേപോലെ തന്നെ ജസ്പ്രീത് ബുംറ, സിറാജ് എന്നിവരുടെ പ്രകടനവും നമ്മൾ എടുത്തു പറയണം. എന്തായാലും ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ ഡൽഹി ടെസ്റ്റ് സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ തൂത്തു വരികയായിരുന്നു. ലക്ഷ്മി, തീർച്ചയായും ഒരു തകർപ്പ ജയം തന്നെയാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ആധികാരികമായ ജയം തന്നെ ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.